ഇസ്രയേലും അമേരിക്കയും സംയുക്തമായി ഇറാനിൽ ആക്രമണം ആരംഭിച്ചതിന് പിന്നാലെ മേഖലയിലെ സംഘർഷം രൂക്ഷമാകുകയാണ്. ഇറാന്റെ തിരിച്ചടി കൂടുതൽ രാജ്യങ്ങളിലേക്കാണ് ഇപ്പോൾ വ്യാപിക്കുന്നത്. ഇസ്രയേൽ സംയുക്തമായി ഇറാനെതിരെ ആക്രമണം ആരംഭിച്ചതിന് പിന്നാലെ തന്നെ ബഹ്റിൻ, കുവൈറ്റ്, അബുദാബി, റിയാദ്, സൗദി അറേബ്യ എന്നിവിടങ്ങളിൽ സ്ഫോടനം നടന്നതായി റിപ്പോർട്ടുകളുണ്ട്. സൈനിക താവളങ്ങൾ ലക്ഷ്യമിട്ടാണ് ആക്രമണം നടന്നതെന്നാണ് വിവരം. ബഹ്റിനിൽ അടിയന്തര സൈറൺ മുഴങ്ങിയതായും അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്നു. ബഹ്റിനിൽ നിന്നുള്ള ദൃശ്യങ്ങളെന്ന തരത്തിൽ നിരവധി വീഡിയോകൾ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. ബഹ്റിനിൽ 5ഓളം സ്ഫോടന ശബ്ദങ്ങൾ കേട്ടതായി പ്രദേശവാസികൾ പറയുന്നു. ബഹ്റിൻ ജുഫൈർ ഭാഗത്ത് മിലിറ്ററി ക്യാമ്പ് പ്രവർത്തിക്കുന്നുണ്ട്. ജുഫൈർ ഭാഗത്തു നിന്നും പുക ഉയരുന്നതായും റിപ്പോർട്ടുകളുണ്ട്. കുവൈറ്റിൽ ജഫ്രയിലാണ് സ്ഫോടനം നടന്നതെന്നാണ് വിവരം. സൈനിക കേന്ദ്രങ്ങളുടെ പരിസരത്തു നിന്നും എല്ലാവരും അകന്നു നിൽക്കണം. വീടുകളിലോ മറ്റ് സുരക്ഷിത ഇടങ്ങളിലോ ജനങ്ങൾ തുടരണമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി. അപകട സാധ്യതകൾ ഒഴിവാക്കാൻ അത്യാവശ്യ സന്ദർഭങ്ങളിലല്ലാതെ പുറത്തു പോകരുത് എന്നും മുന്നറിയിപ്പിൽ പറയുന്നുണ്ട്. ആക്രമണത്തിന് പിന്നാലെ ഖത്തർ, കുവൈറ്റ്, UAE എന്നീ ഗൾഫ് രാജ്യങ്ങൾ വ്യോമപാത അടച്ചു. മുൻകരുതൽ നടപടികളുടെ ഭാഗമായി തങ്ങളുടെ വ്യോമപാത താൽക്കാലികമായി അടയ്ക്കുകയാണെന്നാണ് UAE ജനറൽ സിവിൽ ഏവിയേഷൻ അതോറിറ്റി അറിയിച്ചത്. ഖത്തറും തങ്ങളുടെ വ്യോമപാത അടച്ചിട്ടുണ്ട്. പ്രദേശത്ത് പ്രത്യേക സാഹചര്യത്തിൽ ദേശീയ അടിയന്തര മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചിരിക്കുകയാണ് ഖത്തർ. സൈനിക കേന്ദ്രങ്ങളുടെ പരിസരത്ത് നിന്ന് എല്ലാവരും അകന്നു നിൽക്കണമെന്നാണ് മുന്നറിയിപ്പിൽ പറയുന്നത്. അതേസമയം ഖത്തറിന്റെ സ്ഥിതി സുരക്ഷിതമാണെന്ന് ആഭ്യന്തര മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു. പൊതുസുരക്ഷയും പൗരന്മാരുടെയും താമസക്കാരുടെയും സന്ദർശകരുടെയും സുരക്ഷയും ഉറപ്പാക്കാൻ സംയോജിത ഫീൽഡ് ഓപ്പറേറ്ററി സിസ്റ്റം 24 മണിക്കൂറും സ്ഥിതിഗതികൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് മന്ത്രാലയം വിശദീകരിച്ചു. പൊതുജനങ്ങൾ ഔദ്യോഗികവും അനധികൃതവുമായ ഉറവിടങ്ങളിൽ നിന്ന് വിവരങ്ങൾ മനസ്സിലാക്കണമെന്നും അജ്ഞാത ഉറവിടങ്ങളിൽ നിന്നുള്ള കിംവദന്തികളും സന്ദേശങ്ങളും അവഗണിക്കണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്. വിശ്വസനീയമല്ലാത്ത വീഡിയോകളോ വാർത്തകളോ പങ്കിടരുതെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം ഗൾഫ് രാജ്യങ്ങളിലുള്ള ഇന്ത്യക്കാർക്ക് കേന്ദ്ര സർക്കാരും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇസ്രയേൽ സംയുക്ത ആക്രമണത്തിന് പിന്നാലെ പ്രത്യാക്രമണവുമായി ഇറാൻ രംഗത്തെത്തിയിരുന്നു. ഇസ്രയേലിന് മേൽ 30 മിസൈലുകൾ തൊടുത്തുവെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഇസ്രയേൽ എയർഫോഴ്സും വ്യോമ പ്രതിരോധ സംവിധാനവും മിസൈൽ ആക്രമണത്തെ പ്രതിരോധിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. മുൻപുണ്ടായിട്ടുള്ള ഒരു കൂട്ടം മിസൈലുകൾ ഒരുമിച്ച് അയക്കുന്ന അതേ ആക്രമണ രീതി തന്നെയാണ് ഇറാൻ പ്രത്യാക്രമണത്തിന് ഉപയോഗിച്ചിട്ടുള്ളത് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. മിസൈലുകൾ പതിച്ചതായി ഇസ്രയേൽ ഇതുവരെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല. എന്നാൽ അമേരിക്കയെ ലക്ഷ്യമിട്ട് ഇറാൻ ആക്രമണങ്ങൾ നടത്തുന്നതായി ഇതുവരെ റിപ്പോർട്ടും ചെയ്തിട്ടില്ല. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ യുദ്ധഭീഷണിക്കിടെയാണ് ഇറാനുമേൽ ഇസ്രയേലിന്റെ അപ്രതീക്ഷിത ആക്രമണവും നടക്കുന്നത്. ഇറാന്റെ തിരിച്ചടി ആക്രമണ സാധ്യത മുൻകൂട്ടി കണ്ട് ഇസ്രയേൽ രാജ്യത്തുടനീളം അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയും ജനങ്ങളോട് ബങ്കറുകളിലേക്ക് മാറാൻ നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു. ഇറാന്റെ പ്രത്യാക്രമണം അതിശക്തമായിരിക്കുമെന്ന് നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്ന സാഹചര്യത്തിൽ മേഖലയിൽ വൻ യുദ്ധത്തിനുള്ള സാധ്യതയാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഇറാനെതിരായ ആക്രമണത്തിന് പിന്നാലെ സൈനിക നടപടിയുടെ ലക്ഷ്യമടക്കം പ്രഖ്യാപിച്ച് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും രംഗത്തെത്തിയിരുന്നു. ഇറാനിലെ ഭരണമാറ്റം തന്നെയാണ് ആക്രമണത്തിന്റെ ലക്ഷ്യമെന്നാണ് ട്രംപ് പ്രഖ്യാപിച്ചത്. ഇറാൻ സൈന്യം ആയുധം താഴെ വെക്കണമെന്നും ഇറാൻ ഭരണകൂടത്തെ വീഴ്ത്തുമെന്നും ട്രംപ് വ്യക്തമാക്കി. ആയുധം വെച്ച് കീഴടങ്ങണമെന്ന ഇറാൻ സേനയോട് ട്രംപ് ആവശ്യപ്പെടുകയും ചെയ്തു. ഇറാനിൽ ഭരണമാറ്റത്തിനും ആഹ്വാനം ചെയ്തു. കീഴടങ്ങുക അല്ലെങ്കിൽ മരണമെന്ന അന്ത്യശാസനം ഇറാൻ റവല്യൂഷണറി ഗാർഡിനും പ്രസിഡന്റ് നൽകി. ഇറാൻ നാവികസേനയെ ഇല്ലാതാക്കുമെന്നും ട്രംപ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.